അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മാജിക് ഹെൽത്ത് കെയർ വീഡിയോ ആണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. പല്ലിലെ എത്ര കഠിനമായ പോകാത്ത കറയും കളയുന്നതിന് വേണ്ടിയുള്ള 3 മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡാണിത്. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ അപ്പം, ഇടിയപ്പം, പത്തിരിക്കൊക്കെ എടുക്കുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ പച്ചരിയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ പച്ചരി ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം. ഇനി പച്ചരി നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. ഒരു 2-3 വെള്ളമെങ്കിലും ഒന്ന് കഴുകിയെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചരി കുതിർന്നു പോകാത്ത രീതിയിൽ വേണം ഈ പച്ചരി ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പച്ചരി നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകിയെടുത്ത പച്ചരിയുടെ ജലാംശമൊക്കെ ഒന്ന് മാറി ഡ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയോ അല്ലെങ്കിൽ ഫാനിന്റെ കീഴിൽ വെച്ച് ഉണക്കിയെടുക്കുകയോ ചെയ്യുക. ഞാനിപ്പോ ചെയ്യുന്നത് ഒരു ബൗളില് ഒരു അരിപ്പ വെക്കുക. ഈ അരിപ്പയുടെ ഉള്ളിൽ ഒരു കോട്ടൺ തുണി ഇട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളം മുഴുവനും മാറ്റിയ പച്ചരി ഈ തുണിക്കുള്ളിൽ ഇട്ടുകൊടുത്ത് ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഇതുപോലെ ഒന്ന് കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൂടി കൊടുക്കുക. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നു നോക്കാം. ഇപ്പൊ കണ്ടിട്ട് പച്ചരിയിൽ ഒട്ടും നനവൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ എടുക്കുക. ഡ്രൈ ആയിട്ട് കിട്ടിയ പച്ചരി മുഴുവനും ഈ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പൊ പച്ചരി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊടിച്ചെടുത്ത പച്ചരി ഒന്ന് അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അരിപ്പയിൽ ഇട്ട് കൊടുത്ത് ഒന്ന് അരിച്ചും കൂടി എടുക്കാം. ഇനി അരിച്ചെടുത്ത പച്ചരിപ്പൊടിയിൽ നിന്നും 2 ടീസ്പൂൺ പൊടി ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത പച്ചരിപ്പൊടിയിൽ ചെറിയ ചെറിയ തരികളുണ്ട്. ഈ ചെറിയ ചെറിയ തരികളാണ് നമ്മുടെ പല്ല് വെളുക്കാൻ സഹായിക്കുന്നത്. അരിപ്പൊടിയുടെ തരിതരിപ്പ് കാരണം പല്ല് പോളിഷ് ആവുകയും അഴുക്കും സ്റ്റെയിനും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടുകയും ചെയ്യും. ഇത് ബ്രഷ് ചെയ്താൽ പല്ലിന്റെ ഇനാമലിനൊന്നും പ്രശ്നമൊന്നും വരില്ല. ഒരു സൈഡ് എഫക്റ്റും ഒന്നും ഇല്ലാത്തത് കാരണം ഈ പച്ചരിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ അരിച്ചെടുത്ത പച്ചരിപ്പൊടിയിൽ നിന്നും 2 ടീസ്പൂൺ അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീരിൽ വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ പല്ലിന്റെ മഞ്ഞ കളറൊക്കെ മാറ്റി പല്ലിന് നല്ല വെള്ള നിറം കിട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ ബാക്ടീരിയകളെയൊക്കെ മാറ്റി വായനാറ്റം മാറ്റാനും ഈ നാരങ്ങ നീരിന് കഴിവുണ്ട്. എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാരങ്ങ നീര് ഉപയോഗിക്കരുത്, അത് പല്ലിന് ദോഷം ചെയ്യും. 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ എടുക്കുക. ഞാനിപ്പോ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ആണ് എടുക്കുന്നത്. ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണെങ്കിലും എടുക്കാം. ഇപ്പോൾ കൂടുതലും ഒലിവ് ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒലിവ് ഓയിൽ മോണയെ സംരക്ഷിക്കുന്നതിനും പല്ലിന്റെ ശക്തി കേടുവരാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത്. സാധാരണ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ കളയാൻ പറ്റാത്ത പല്ലിന്റെ അഴുക്കുകളൊക്കെ ഈ ഒലിവ് ഓയിലിന് കളയാൻ പറ്റും. അതുപോലെ തന്നെ പല്ലിന്റെയും മോണയുടെയും ആവശ്യമായ വൈറ്റമിൻസും ഈ ഒലിവ് ഓയിൽ കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ പല്ലിലുള്ള കറുത്ത പാടുകളെ മാറ്റാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കുന്നവരും സ്ഥിരമായിട്ട് കോഫി, ചായ കുടിക്കുന്നവരും മുറുക്കുന്നവർക്കും ഒക്കെ പല്ലിൽ മുഴുവനും കറ പിടിച്ചിരിക്കുന്നത് കാണാം. ഇങ്ങനെയുള്ള കറ മാറ്റാൻ ഒലിവ് ഓയിൽ സഹായിക്കും. ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മുടെ സാധാരണ ടൂത്ത് പേസ്റ്റ് ആണ്. ഞാനിപ്പോ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ബ്രഷ് ആണ്. ബ്രഷ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഹാർഡ് ആയിട്ടുള്ള ബ്രഷ് ഒന്നും എടുക്കരുത്. ഇനി നമ്മള് പല്ല് തേക്കുന്ന ബ്രഷ് ഒരുപാട് നാള് യൂസ് ചെയ്യരുത്. ഒരു 3 മാസം കൂടുമ്പോൾ ബ്രഷ് മാറ്റണം. കൂടുതൽ നാള് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ബ്രഷിന്റെ അറ്റ റഫ് ആവുകയും മോണയ്ക്ക് മുറിവുകളൊക്കെ വരികയും ചെയ്യും. അതുപോലെ തന്നെ ബ്രഷ് ഒരുപാട് അങ്ങ് ഹാർഡ് ആവുകയും ഇത് പല്ലുകൾക്ക് തേയ്മാനം വരുത്തുകയും ചെയ്യും. ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്ത മിക്സിൽ നിന്നും ബ്രഷിൽ കുറച്ച് മിക്സ് എടുക്കാം. പല്ല് തേക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുമ്പിലേക്കും പിറകിലേക്കും അല്ല ബ്രഷ് ചെയ്യേണ്ടത്. ബ്രഷ് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക്, താഴെ നിന്ന് മുകളിലേക്കാണ് ബ്രഷ് ചെയ്യേണ്ടത്. ബ്രഷ് ചെയ്യുമ്പോൾ ഒരുപാട് ബലം കൊടുത്ത് പല്ല് തേക്കരുത്. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം പല്ല് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നല്ലോണം ബ്രഷ് ചെയ്തതിന് ശേഷം കൂടിപ്പോയാൽ ഒരു 2-3 മിനിറ്റ് എങ്കിലും ബ്രഷ് ചെയ്യാൻ സമയം എടുത്ത് ബ്രഷ് ചെയ്യുക. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് വായ നല്ലോണം കഴുകിക്കളയുക. ഇത് ഒരു 2 പ്രാവശ്യം ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പല്ലിന്റെ മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി പല്ലിന്റെ മഞ്ഞ കളറൊക്കെ മാറ്റി കറയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള 2ാമത്തെ മെത്തേഡാണ്. ഞാനിപ്പോ എടുത്തിട്ടുള്ളത് ഒരു ഗ്രീൻ ടീ ബാഗ് ആണ്. ഗ്രീൻ ടീ ബാഗ് ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഗ്രീൻ ടീ എടുക്കുക. അപ്പം ഗ്രീൻ ടീ ബാഗിൽ 1 ടീസ്പൂൺ ഗ്രീൻ ടീ ആണുള്ളത്. ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പല്ലിന്റെ മോണയെ സംരക്ഷിക്കുന്നതിനും പല്ല് കേടുവരാതെ സംരക്ഷിക്കുന്നതിനും ഈ ഗ്രീൻ ടീ സഹായിക്കുന്നു. അതുപോലെ തന്നെ പല്ല് വെളുക്കാനും വായിലുണ്ടാകുന്ന ക്യാൻസർ തടയാനും സഹായിക്കുന്നു. മാത്രമല്ല വായു നാറ്റം
അകറ്റാനും ഗ്രീൻ ടീ സഹായിക്കുന്നുണ്ട്. വായിലുണ്ടാകുന്ന ബാക്ടീരിയ നശിപ്പിക്കുകയും വായിലുള്ള അസിഡിറ്റിയെ മാറ്റി പല്ലിനെ ആരോഗ്യത്തോടെ വെക്കാനും പല്ല് ഡാമേജ് ആവാതെ സംരക്ഷിക്കുന്നതിന് ഗ്രീൻ ടീ സഹായിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടുകൊടുക്കാം. കൂടി പോവരുത്. പല്ല് നല്ല വെളുക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൂത്ത് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് നാരങ്ങ നീരാണ്. അതും 1 ടീസ്പൂൺ നാരങ്ങ നീരാണ് ഞാൻ എടുക്കുന്നത്. കൂടി പോവരുത്. നാരങ്ങ നീര് ഉപയോഗിക്കുന്നത് കൊണ്ട് വായുനാറ്റം അകറ്റി പല്ലിന് നല്ല വെള്ള നിറം കിട്ടുന്നതിന് സഹായിക്കും. ഇനി നല്ലതുപോലെ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത മിക്സിൽ നിന്നും കുറച്ച് മിക്സ് ബ്രഷിലേക്ക് എടുക്കുക. ഇനി നമുക്ക് ബ്രഷ് ചെയ്യാം. ബ്രഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ബ്രഷ് ചെയ്യുമ്പോൾ മുമ്പിലേക്കും പിറകിലേക്കും അല്ല ബ്രഷ് ചെയ്യേണ്ടത്. ബ്രഷ് ചെയ്യുമ്പോൾ മുകളിൽ നിന്നും താഴേക്കും താഴെ നിന്നും മുകളിലേക്കുമാണ് ബ്രഷ് ചെയ്യേണ്ടത്. 2 സൈഡിലും ബ്രഷ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ പല്ലിന്റെ ഉള്ളിലൊക്കെ നല്ല വൃത്തിയാക്കി പല്ല് ബ്രഷ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതൽ അമർത്തി അങ്ങ് ബ്രഷ് ചെയ്യരുത്. ഇങ്ങനെ ബ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല്ലിന് പെട്ടെന്ന് തേയ്മാനം സംഭവിക്കും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുറഞ്ഞത് ഒരു 3-4 മിനിറ്റ് എങ്കിലും ബ്രഷ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് വായ നല്ലതുപോലെ കഴുകിയെടുക്കുക. ഇനി പല്ലിന്റെ കറ മാറ്റുന്നതിനും നല്ല വെളുത്ത നിറം കിട്ടുന്നതിനും മഞ്ഞ നിറമൊക്കെ മാറ്റുന്നതിനും വേണ്ടിയിട്ട് അടുത്ത മെത്തേഡാണ്, 3ാമത്തെ മെത്തേഡാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 വെളുത്തുള്ളി അല്ലികളാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ വെളുത്തുള്ളി അല്ലികളുടെ തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ഗ്രേറ്റർ എടുക്കുക. ഈ ഗ്രേറ്ററിൽ ചെറിയ ഹോളിൽ കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. വെളുത്തുള്ളിയിലെ ആലിസിൻ എന്ന കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ പല്ലിനെ കേടാകുന്ന ഒരു കൂട്ടം അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ പല്ലിന്റെ ഇനാമലിനെ സംരക്ഷിക്കുന്നു. മഞ്ഞ പല്ലിനെ വെളുത്ത പല്ലാക്കാൻ വേണ്ടിയിട്ട് ഈ വെളുത്തുള്ളി സഹായിക്കും. ഇപ്പോ വെളുത്തുള്ളിയെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു 1/2 ടീസ്പൂൺ ആണ് വെളുത്തുള്ളി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തെടുത്തത് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോ ഒരു തക്കാളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്തതിൽ നിന്നും ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ തക്കാളി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ 1 ടീസ്പൂൺ തക്കാളി നീര് കിട്ടിയിട്ടുണ്ട്. തക്കാളി നീര് ചേർത്ത് കൊടുക്കുന്നത് വായ്ക്കകത്തുള്ള ബാക്ടീരിയകളൊക്കെ നശിപ്പിച്ച് വായനാറ്റം മാറ്റുന്നതിനും അതുപോലെ തന്നെ നല്ല വെള്ള നിറം കിട്ടുന്നതിനും ഒക്കെ ഈ തക്കാളി നീര് സഹായിക്കും. ഇനി ഇതിലേക്ക് നിങ്ങൾ എടുക്കുന്ന ഏതെങ്കിലും ടൂത്ത് പേസ്റ്റ് എടുക്കുക. ഞാനിപ്പോ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ടൂത്ത് പേസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. പല്ലിന് നല്ല വെളുത്ത നിറം കിട്ടുന്നതിനും അതുപോലെ തന്നെ പല്ലിന്റെ കറയും അഴുക്കും ഒക്കെ പോകുന്നതിന് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കുന്നത് നല്ലതാണ്. ഇനി എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി തയ്യാറാക്കി വെച്ച മിക്സിൽ നിന്നും ഇതുപോലെ കുറച്ച് മിക്സ് ഒരു ബ്രഷിലേക്ക് എടുക്കുക. ബ്രഷ് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കുമാണ് ബ്രഷ് ചെയ്യേണ്ടത്. നമ്മുടെ ഫ്രണ്ടിലത്തെ പല്ലിന്റെ ഉള്ളിലത്തെ ഭാഗത്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ 3 മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. പല്ലിന്റെ മഞ്ഞ നിറമൊക്കെ മാറ്റി വായുനാറ്റം അകറ്റി നല്ല വെള്ള നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള 3 മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ 2 പ്രാവശ്യം ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും പല്ലിലുണ്ടാകുന്ന വ്യത്യാസം. അപ്പൊ നല്ല മാറ്റം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ 1 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്